ഇന്നിപ്പം ആദമിനെ ഉറങ്ങണ വീഡിയോ ആണ് എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇപ്പം ഏകദേശം ഒരു ഇശാ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. 7:45 ആ ടൈമിന് അടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. ഇതിന് ഏകദേശം 8 മണിയാകുമ്പോഴത്തേനും ഉറങ്ങും. അത് ഉമ്മമ്മൻ്റെ കുട്ടിയാണ്. ഉമ്മമ്മ എങ്ങോട്ടാണോ തിരിയണത് അതേ കൂടെ പോകും. ഇവക്ക് എക്സാമാണ്. ഇന്നിപ്പം നാളെ ഹിന്ദിയാണ് എക്സാം. നല്ല പഠിക്കും കേട്ടോ. പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതാ അവൻ്റെ അമ്മമ്മൻ്റെ കൂടെ പോയി അവിടെ ഇരിക്കും. ഉമ്മമ്മ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കുട്ടീൻ്റെ എക്സാം. കളറിങ്, ഫുൾ ടൈം കളറിങ്. ഏറ്റവും ബാക്കിൽ വരുന്നുണ്ട്. ഉമ്മമ്മ സിറ്റൗട്ടൊക്കെ വന്നിരിക്കണം. ഇവിടെ താത്താത്ത കളറ് കൊടുക്കുന്നുണ്ട്. കണ്ട നോട്ട മുതൽ ഉമ്മമ്മനെയാണ്. എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, വേറെ കാര്യം. ഇവളായിട്ട് കുറേ കച്ചറ ഉണ്ടാക്കും. അവിടെ ഖുറാനോദാണ് ഉമ്മ. കണ്ടോ അപ്പോൾ ഓളെ ബുക്ക്. എക്സാമായിട്ടൊരു അക്ഷരം കുട്ടി പഠിക്കില്ല. അടിച്ച് പഠിപ്പിക്കലേ നിർത്തി. പഠിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ. ഓൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കട്ടെ. ഓളെ ബുക്ക്, ഓളെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ഒരു തന്ത്രപ്പാടിലാണ്. അമ്മയുടെ കണ്ണാട വെച്ചിട്ടാണ് ഖുറാനത്. അപ്പോൾ അത് കിട്ടാൻ എന്താണ് രസമാട്ട സംഭവം. പക്ഷേ ഇടയ്ക്ക് നമുക്ക് നട്ടപ്പിരാന്തിരിക്കും. ഇപ്പം ഇനിയൊരു ചെറിയ നോളിച്ചാൽ കുട്ടി ഉറങ്ങും. എനിക്ക് ഇവളെ കാര്യത്തിലാണ്. ഇവളൊരു നേരം ബുക്ക് ഒന്നുമില്ല. അവൾക്കൊരു മൂഡ് തോന്നണം ബുക്ക് നോക്കണം, അല്ലെങ്കിൽ ബുക്ക് നോക്കൂല. പിന്നെ ഇതാ അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വീടൊന്നുമില്ല. പിന്നെ ഞാൻ ഐസ്ക്രീം തിന്നാൻ പോവാണ്. അത് ഞാൻ മറ്റവളോട് പറയുന്നില്ല. മറ്റവള് മധുരത്തിൻ്റെ മൂത്താപ്പ. അപ്പം മെല്ലെ ഞാൻ ഇവനെ വിളിച്ച് പോവാണ്. പക്ഷെ ഇവന് ഉമ്മമ്മ നോക്കുന്നുണ്ട്. ഉമ്മമ്മ വരുന്നുണ്ടെങ്കിൽ വരാനുള്ള മട്ടത്തിലാണ്. പക്ഷെ ഉമ്മമ്മ വരുന്നില്ല. പക്ഷേ കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. പക്ഷെ വരുന്നില്ല. ഞാൻ പോയിട്ട് എന്ത് ചെയ്ത് ഐസ്ക്രീം എടുക്കാൻ പോവാണ്. വരികയാണെങ്കിൽ ആദ്യമേ ഒന്ന് കൊടുക്കാമെന്നുള്ള മട്ടത്തിലാണ് വിളിച്ചത്. പക്ഷെ എൻ്റെ അടുത്തേക്ക് എത്തില്ല. വാതിക്കലൊക്കെ പോയാണ്ട് അവിടെ കുത്താക്കും. എന്നിട്ട് ഉമ്മമ്മ വരുന്നുണ്ടോ നോക്കും. ഉമ്മമ്മ കുത്തി. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് ഉറക്കാൻ റൂമൊക്കെ കൊണ്ടുവന്ന് ഇതാക്കും. കുറച്ച് നേരം കളിച്ച് ഇനിയൊരു ഇത് വരാനുണ്ട്, ചെറിയൊരു കരച്ചിൽ. അപ്പോൾ എടുക്കും. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ സിനുണ്ട്. സിനു അമ്പടിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഉറക്കലാണ്. പാല് കൊടുക്കാൻ ഇതായി. ഉറങ്ങിയാൽ പച്ച പാവാണ്. ഇതൊരു കുട്ടി വേറെ എവിടെ ഉണ്ടാവില്ല. എൻ്റെ ചുണ്ടൊക്കെ കടിച്ച് മുറിയാക്കി വെച്ചിരിക്കണം. അവൻ്റെ മൂക്കും മുറിയായിക്കണം. ഇതൊരു പാവമാണ്. അല്ല, ഇങ്ങനത്തെ ഒരു കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവുമോ? പച്ച പാവം കുട്ടി. ഒന്നാലോ അതോ കൂടായിപ്പോൾ നല്ല കുറുമ്പാട്ടോ. നമ്മളെ പാലൊക്കെ ഞാൻ ഇപ്പോൾ കിടന്നൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ ഉറക്കത്തിലേക്ക് കൊടുക്കും. അപ്പോൾ ഒറ്റ കുത്താണ് ചുണ്ടിന്. പിന്നെ ഇവൻ്റെ നോക്കം ഞാൻ ഇതാന്നൊക്കെ വിചാരിച്ചു, എൻ്റെ പോലെ എന്നൊക്കെ. പക്ഷെ എൻ്റെ പോലെ വന്നില്ല. ഒക്കെ വാപ്പയാണ്. രണ്ടാളും താനും ഉപ്പ ഒക്കെ വാപ്പാൻ്റെ ചേലും പഠിപ്പും ഒക്കെ വാപ്പൻ. ഒരു വിസ്മിക്ക് ഉണ്ടാവും ഉമ്മാൻ്റെത് കിട്ടും. ഒന്നുമില്ല. ഞാനേ കുറേ സന്തോഷിച്ചിനി, നഖെങ്കിലും എൻ്റെതായില്ലോ. ശരിയായില്ല. കണ്ടോ ഒരു പാവമായിട്ട് പറഞ്ഞത്. പാവമൊന്നുമല്ല. കണ്ടോ കൊട്ടൊക്കെ ഞാൻ ബെഡിലാണ് കയറ്റിയേക്കല്ലേ. എനിക്ക് എന്താ ഡ്രസ്സും ഒക്കെ വലിച്ചിടും. ഇനിയിപ്പം എനിക്ക് ഫുഡ് കഴിക്കണം.